ഈ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു തിരിച്ചടി, അത് ഫട്നാവിസിന്റെ ഭാവി കൂടി ഒരു പക്ഷേ താഴേക്ക് പോയാൽ നിർണ്ണയിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയായി മാറുകയാണ്. കാരണം ഫട്നാവിസ് ഒതുങ്ങുന്നു എന്നുള്ളത്. പക്ഷേ ഇപ്പൊ കഴിഞ്ഞ 2 ദിവസങ്ങളിലൊക്കെ ഈ പത്രങ്ങളിലൊക്കെ വരുന്ന പരസ്യം നോക്കുകയാണെങ്കിൽ അവിടെ മോദിയുടെ പടമുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ ദേവേന്ദ്ര ഫട്നാവിസിന്റെ പടമാണ്. എവിടെയും ഏക്നാഥ് ഷിൻഡെ കാണാനില്ല. വസന്ത്, അതൊരു വിഷയം തന്നെയാണ്. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഈ അട്ടിമറികളിലൂടെ BJP വീണ്ടും അധികാരത്തിൽ വരുമ്പോൾ അവിടെ ദേവേന്ദ്ര ഫട്നാവിസിനെ അല്ല അവർ മുന്നോട്ട് വെച്ചത്, അവിടെ ഏക്നാഥ് ഷിൻഡെയോട് തന്നെയാണ്. ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ദേവേന്ദ്ര ഫട്നാവിസിനോട് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പാർട്ടി കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു. അദ്ദേഹം അത് വിസമ്മതിച്ചു. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒടുവിൽ ഇവിടെ നിന്ന് കർശനമായ നിർദ്ദേശം നൽകിയ ശേഷമാണ് ദേവേന്ദ്ര ഫട്നാവിസ് ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഇപ്പോഴത്തെ സീറ്റ് വിഭജനവും അതോടൊപ്പം തന്നെ ഒരുപക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒക്കെ സൂചിപ്പിക്കുന്ന വെച്ചാണെങ്കിൽ BJP ആണ് ഏറ്റവും വലിയ കക്ഷിയായി വരുന്നത്. സ്വാഭാവികമായിട്ടും BJPക്ക് തന്നെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ അത് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെയായിരിക്കും എന്നുള്ളതിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടതില്ല. എന്തെങ്കിലും ഒരു വെല്ലുവിളി ഉണ്ടാകേണ്ടത് വിനോദ് താവ്ഡെയിൽ നിന്നായിരുന്നു. അത് ഇന്നലെ രാത്രിയത്തെ സംഭവങ്ങളോടുകൂടി തന്നെ വിനോദ് താവ്ഡെയുടെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്. അദ്ദേഹം ഇനി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമില്ല. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷേ എവിടെയെങ്കിലും ഒരു ഹങ് അസംബ്ലി തൂക്കുസഭയുടെ ഒരു സാഹചര്യം, ഏതെങ്കിലും ഒരു പിന്തുണയുടെ അല്ലെങ്കിൽ NCP അജിത് പവാറിൻ്റെയോ അല്ലെങ്കിൽ ശിവസേന ഏക്നാഥ് ഷിൻഡെയുടെ എതിർപ്പ് ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ വിനോദ് താവ്ഡെ ചിലപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടാമെന്നുള്ള ചില ചർച്ചകൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്നു. അത് ഇന്നലെ രാത്രിയത്തെ സംഭവത്തോടു കൂടി, അതായത് 5 കോടി രൂപയുടെ പണം പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വന്നതോടുകൂടി തന്നെ അത് ഏകദേശം ഇല്ലാതായിട്ടുണ്ട്. അത് BJPയിൽ നിന്നകത്ത് തന്നെ ഒറ്റിയതാണ് എന്നുള്ളൊരു ചർച്ചയും ഇപ്പോൾ വരുന്നുണ്ട്. ഏതായാലും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അഥവാ BJP അധികാരത്തിൽ NDA അധികാരത്തിൽ വരികയാണെങ്കിൽ, മഹായുതി അധികാരത്തിൽ വരികയാണെങ്കിൽ BJPയിൽ നിന്നായിരിക്കും മുഖ്യമന്ത്രി. അത് ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ ആയിരിക്കും എന്നുള്ളതിലും സംശയമില്ല. കാരണം അവിടെ ഒരു മറാഠയെ അവർ പരിഗണിച്ചിട്ടില്ല. കഴിഞ്ഞ രണ്ട് തവണയും അവർ ദേവേന്ദ്ര ഫട്നാവിസിനെ തന്നെയാണ് പരിഗണിച്ചത്. അപ്പർ കാസ്റ്റ് വിഭാഗത്തിലുള്ള ബ്രാഹ്മിൻ വിഭാഗത്തിൽ നിന്നുള്ള ദേവേന്ദ്ര ഫട്നാവിസാണ് വന്നത്. സാധാരണയായി കോൺഗ്രസോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ അധികാരത്തിൽ വരുമ്പോൾ മറാഠ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെയാണ് മഹാരാഷ്ട്രയിൽ പരിഗണിച്ചിരുന്നത്. പക്ഷേ ആ ഒരു സൂചനകൾ അനുസരിച്ച് അത് മഹാരാഷ്ട്രയിൽ NDA സഖ്യത്തിന് മഹായുതിക്ക് മുന്നേറ്റം പ്രയോജിപ്പിക്കുമ്പോൾ ഇന്ത്യ സഖ്യത്തിന് വലിയ തിരിച്ചടിയല്ല, ഈ പറയുന്ന സംസ്ഥാനം കൈവിട്ട് സ്വപ്നം കൈവിട്ടു പോകുന്നു എന്നുള്ളതാണ്. എന്തായാലും